ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഇളം കാറ്റ് തെല്ലൊന്ന് തൊട്ടൊന്ന് വന്നാൽ എന്ന ഒന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം എന്ന പാഠഭാഗവും അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സുമാണ് നമ്മുടെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ നമ്മൾ അടിസ്ഥാന പാഠാവലി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണണം. അപ്പോൾ കേരള പാഠാവലിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ നമുക്കൊന്ന് നോക്കാം. എന്തെന്ത് വിസ്മയ കാഴ്ചകളാണ് പ്രകൃതി ഒരുക്കി വെച്ചിട്ടുള്ളത്. ചെറുതും വലുതുമായ ആയിരം അത്ഭുത കാഴ്ചകൾ. ആരാങ്കിലെന്ത് മിഴിയുള്ളവർ നിന്നിരിക്കാം എന്ന കവിവചനം അനർത്ഥമാക്കുന്ന ദൃശ്യഭംഗികൾ ആസ്വദിക്കാൻ കൂടിയുള്ളതാണ് ഈ ജീവിതം. ശരിയാണല്ലേ? നമ്മുടെ പ്രകൃതി എന്ന് പറയുന്നത് ഒരുപാട് കാഴ്ചകളാണ് നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വെറും ഒരു തൊഴിലോ അല്ലെങ്കിൽ പഠനമോ ഒന്നും മാത്രമല്ല. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പ്രകൃതിയെ ആസ്വദിക്കൽ കൂടിയാണ്. അതിനു വേണ്ടിയിട്ടാണ് ദൈവം ഇത്രയും അധികം പ്രകൃതിയെ ഭംഗിയുള്ളതാക്കി മാറ്റിയിട്ടുള്ളത്. അപ്പോൾ അത് ആസ്വദിക്കാനും നമുക്ക് കഴിയണം. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം. ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം. പ്രകൃതിയുടെ അതിസുന്ദരമായ ഒരു അത്ഭുതമാണ് കുറിഞ്ഞിപ്പൂക്കൾ. നമ്മുടെ കിഴക്കൻ മലകളുടെ അടിത്തട്ടിൽ അവ പന്തീരാണ്ടിൽ ഒരിക്കൽ പൂത്തുലയുന്നു. കടൽ പോലെ നിറഞ്ഞു ലാവി ആടിക്കളിച്ചു നിൽക്കുന്ന ആ മനോഹര ദൃശ്യം കാണാൻ നിങ്ങൾ ഒരിക്കൽ പോകണം. കണ്ടുരണ്ണും മനസ്സും കുളിർപ്പിക്കണം. എന്താണ് നമ്മുടെ കുറിഞ്ഞിപ്പൂക്കൾ എന്ന് പറയുന്നത്? പന്തീരാണ്ടിൽ ഒരിക്കലാണ് പൂത്തുലയുക. നമ്മുടെ കിഴക്കൻ മലകളുടെ 3-6 ഭാഗങ്ങളിലെല്ലാം പൂക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെ ദൃശ്യഭംഗി എന്ന് പറയുന്നത് വർണ്ണിക്കാൻ ആവുന്നതിനും അപ്പുറമാണ്. അത്രയും ഭംഗിയുള്ള കാഴ്ചയാണ്. അപ്പോൾ അത് പൂക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ആ ഭംഗി പോയിട്ട് ആസ്വദിക്കണം. അത് നമ്മുടെ മനസ്സിനും കണ്ണിനും ഒക്കെ കുളിർമയേകുന്ന കാഴ്ചയാണെന്നാണ് പറയുന്നത്. എത്ര വാഴ്ത്തിയാലും മതിയാവാത്ത ഒരു വിസ്മയ ദൃശ്യമാണത്. മൂന്നാറിലെ മഴനിലകൾ മുഴുവൻ ഒരു പൂങ്കടൽ. മൂന്നാറിലെ ആ ഒരു മല ഈ ഒരു കുറിഞ്ഞിപ്പൂക്കൾ പൂക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരു പൂങ്കടൽ പോലെയാണെന്നാണ് വർണ്ണിക്കുന്നത്. വളരെ വിസ്മയ ദൃശ്യമായ ഒരു കാഴ്ചയാണ് അത്. കാറ്റ് വീശുമ്പോൾ തിരയടിച്ചിളകുന്ന പോലെ അവ ഒന്നിച്ചു നൃത്തം വെക്കുന്നു. ആ നൃത്തത്തിന് സംഗീതമുണ്ട്. ആയിരം വണ്ടുകളുടെയും തേനീച്ചകളുടെയും മന്ത്രസ്ഥായിലുള്ള മൂളൽ. ആയിരം തുമ്പികളുടെയും ചിത്രശലഭങ്ങളുടെയും ചെറുകിളികളുടെയും ചിറകിളക്കങ്ങളുടെയും താളമുണ്ട്. ഇളം കാറ്റിൻ്റെ തഴുകലുണ്ട്. ആരുടെയോ മധുരസ്വരത്തിലുള്ള ചിരികളുണ്ട്. വനദേവതകളാവാം, ചെറുചോലകളാവാം. നമ്മുടെ ചുറ്റും മനോജ്ഞവും വൈവിധ്യപൂർണവുമായ ഒരു ജൈവലോകം ഉത്സവം കൊണ്ടാടുകയാണ്. അപ്പോൾ അവിടുത്തെ ആ ഒരു ഭംഗിയെയാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഓക്കെ, അത് എന്ന് പറയുന്നത് എന്താണ്? ഒന്നിച്ച് നൃത്തം വെക്കുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട്. ആ നൃത്തത്തിനാണെങ്കിൽ ഒരു സംഗീതം തോന്നാറുണ്ട്. അതുപോലെ തന്നെ വണ്ടുകളും തേനീച്ചകളും ചിത്രശലഭങ്ങളും തുമ്പികളും അങ്ങനെ ചെറുകിളികളും അങ്ങനെ പറയേണ്ട എല്ലാവിധ ഇതും അവിടെ കാണാറുണ്ട്. അവിടെ മൂളലെല്ലാം ഒരു താളമായിട്ടാണ് നമുക്ക് തോന്നാറുള്ളത്. അതുപോലെ അവിടെ മധുരസ്വരത്തിലുള്ള ചിരികൾ നമുക്ക് കേൾക്കാൻ കഴിയും. അത് ചിലപ്പം ആരുടേതാവും? ചെറുചോലകളുടേതാവും. ചെറുചോല എന്ന് പറഞ്ഞാൽ ചെറു അരുവികളുടേതാവാം, അല്ലെങ്കിൽ വനദേവതകളുടേതാവാം, അല്ലെങ്കിൽ ചുറ്റുമുള്ള മനോജ്ഞവും വൈവിധ്യപൂർണവുമായ ഒരു ജൈവലോകത്തിൻ്റെതാകാം എന്നാണ് പറയുന്നത്. കുരിഞ്ഞിത്തേൻ നുകർന്ന് ലഹരി പിടിച്ച വണ്ടുകൾ ആ ഇതളുകളിൽ തന്നെ ചേർന്നുറങ്ങുന്നത് കാണാം. അവയുടെ നീലക്കറുപ്പുമയ്യാകെ മഞ്ഞപ്പൂമ്പൊടി പൂശിയിരിക്കുന്നു. വായുവിലാകെ അനിർവചനീയമായൊരു പരിമളം നിറഞ്ഞുലാവുന്നു. ആ വലിയ മലഞ്ചെരിവുകൾ മുഴുവൻ വസന്തം വന്നു നിന്ന് ആഹ്ലാദ നൃത്തം ചവിട്ടുന്ന പോലെ കണ്ണുകൾ കൂമ്പി ഞാൻ ആ സൗന്ദര്യ ലോകത്തിൽ എല്ലാം മറന്ന് ഏറെ നേരം നിന്നുപോയി. എന്താണ് അതിൻ്റെ സൗന്ദര്യം കണ്ടിട്ട് ഈ എഴുത്തുകാരൻ അവിടെ എല്ലാം മറന്നുകൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ്. അത്രയും ഭംഗിയാണ് ആ കുറിഞ്ഞിപ്പൂക്കൾക്ക് എന്നാണ് ഇതിലൂടെ പറയുന്നത്. ഒന്ന് ഓർത്തു നോക്കൂ, ഇങ്ങനെയൊരു പുഷ്പോത്സവം കഴിഞ്ഞാൽ ആ പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു. ചിറകുകളെല്ലാം പറന്നകലുന്നു. ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊരിവെച്ച് ഉണങ്ങി നിൽക്കുന്നു. മലഞ്ചെരിവുകൾ ശൂന്യമായിത്തീരുന്നു. എല്ലാം നിശ്ചലം, നിശബ്ദം. ഇപ്പോൾ ആ കുറിഞ്ഞിപ്പൂക്കൾ പൂക്കുന്ന കാലം എന്ന് പറയുന്നത് അത്രയും മനോഹരമാണ്. വർണ്ണനയ്ക്ക് അതീതമാണ്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പൂക്കൾ മറഞ്ഞു പോകും. പിന്നെ അവിടെ ചിറകുകളെല്ലാം പറന്നകലും. അതുപോലെ ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊരിവെച്ച് ഉണങ്ങി നിൽക്കുന്നതായിട്ട് കാണാം. ഈ മലഞ്ചെരിവുകളെല്ലാം ശൂന്യമായിട്ടും കാണാം. എല്ലാം നിശബ്ദവും നിശ്ചലവുമായിട്ടാണ് തോന്നാറുള്ളത്. ഇത് പൂക്കുമ്പോഴാണ് അവിടെ ഇത്രയും അധികം സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത് എന്നർത്ഥം. പക്ഷേ നാം അറിയാത്തതിനാലാണ് ആ പൂക്കളെല്ലാം മണ്ണിൽ വിത്തെറിഞ്ഞു കഴിഞ്ഞു.
മണ്ണിനടിയിൽ അവയെല്ലാം കാത്തുകിടക്കുന്നു. ഇനിയൊരു 12 കാലം കഴിയണം. അതുവരെ നീണ്ട തപസ്സിലാണ് കുറിഞ്ഞിച്ചെടികൾ. അപ്പോൾ ഈ ഒരു സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു 12 കാലം കഴിയണം ഇത് വീണ്ടും പൂക്കണമെങ്കിൽ. പക്ഷെ അതുവരെയും ഇതിൻ്റെ വിത്തുകളെല്ലാം ഭൂമിയിൽ സുരക്ഷിതമായിട്ട് അത് സൂക്ഷിച്ചു വെക്കുകയാണ് ഈ ഒരു സമയത്ത്. വീണ്ടും 12 കൊല്ലം കഴിയും. വസന്തം ആകാശത്തു നിന്ന് കാഹളം മുഴക്കിക്കൊണ്ട് ഇറങ്ങി വരും. ആ വിളി കേൾക്കുമ്പോൾ വിത്തുകളെല്ലാം ഞെട്ടിയുണർന്ന് പച്ചിച്ചു മിന്നുന്ന കൂപ്പുകൈയോടെ പുറത്തേക്കിറങ്ങി ഉയർന്നു വരും. വീണ്ടും അവ ലക്ഷം ലക്ഷം മുട്ടുകൾ അണിയുകയായി. ലക്ഷം ലക്ഷം പുഷ്പങ്ങൾ വിരിഞ്ഞു തുടങ്ങുകയായി. പൂക്കൾ വിളിച്ചിട്ടോ ദൂരെ നിന്ന് ചിറകടികൾ കേട്ടു തുടങ്ങുകയായി. മലഞ്ചെരിവുകളിൽ ഉത്സവത്തിൻ്റെ കേളിക്കൊട്ട് മുഴങ്ങുകയായി. അപ്പോൾ ഒരു 12 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ആകാശത്തു നിന്നും ഇത് പൂക്കാനുള്ള കാഹളം മുഴങ്ങും. അത് മുഴങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വിത്തുകളെല്ലാം ഞെട്ടിയുണരും. വീണ്ടും അത് ലക്ഷം ലക്ഷം പുഷ്പങ്ങൾ വിരിഞ്ഞു നിൽക്കാനായിട്ട് റെഡിയാവും. നമ്മളെ പോലുള്ളവൾ അമ്പരന്ന് കണ്ടു നിൽക്കുന്നു. ആഹാ, ആർക്കു വേണ്ടിയാണ് ഈ ഒരുക്കങ്ങൾ? ഒന്ന് മാത്രം എനിക്കറിയാം, എല്ലാം നശിപ്പിക്കുന്നവർക്ക് വേണ്ടിയല്ല, പ്രകൃതിയെ പൂജിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ മനോഹാരിത. തീർച്ചയായും നമുക്ക് വേണ്ടിയല്ല, തേനീച്ചകൾക്ക് വേണ്ടി, ശലഭങ്ങൾക്കും വണ്ടുകൾക്കും തുമ്പികൾക്കും കണ്ണിൽ കാണാനാവാത്ത കോടിക്കണക്കിന് പ്രാണികൾക്കും വേണ്ടി, ഭൂമി എന്ന അമ്മയ്ക്കു വേണ്ടിയാണ് ഈ ലാവണ്യ ദൃശ്യോത്സവം. നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ആ കാഴ്ച കാണാൻ ഭാഗ്യമുണ്ടാവട്ടെ. അപ്പോൾ ഈ ഒരു ഇത്രയും ഭംഗിയുള്ള കുറിഞ്ഞിപ്പൂക്കൾ വീണ്ടും 12 വർഷത്തിന് ശേഷം പൂക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടിയാണോ? അല്ല, ഇതൊക്കെ പൂക്കുന്നത് തേനീച്ചകൾക്കും ശലഭങ്ങൾക്കും വണ്ടുകൾക്കും തുമ്പികൾക്കും അങ്ങനെ നമുക്ക് കാണാൻ കഴിയാത്ത ഒരുപാട് പ്രാണികൾക്കും വേണ്ടിയാണ് ഇവയെല്ലാം പൂക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. മുൻമൊഴി എന്ന ഒരു കഥയിലെ ഭാഗമാണ്. സുഗതകുമാരി എഴുതിയതാണ്. പ്രശസ്ത നമ്മുടെ റൈറ്ററാണ് സുഗതകുമാരി എന്ന് പറയുന്നത്. സുഗതകുമാരി എഴുതിയതാണ് ഈ ഒരു ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സുഗതകുമാരിയെ കുറിച്ചൊന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് ഓരോ പ്രവർത്തനങ്ങളായിട്ട് നോക്കാം. കവയിത്രി സുഗതകുമാരി. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പാരസ്പര്യവും ഊഷ്മളതയും സുഗതകുമാരിയുടെ കവിതകളുടെ പ്രത്യേകതയായിരുന്നു. പ്രകൃതിയെ തച്ചു തകർക്കുന്ന ചൂഷണങ്ങൾ മനുഷ്യന്റെ ഭാഗത്തു നിന്നും ഉണ്ടായപ്പോഴൊക്കെ സുഗതകുമാരി ശബ്ദമുയർത്തി. പ്രകൃതിക്ക് വേണ്ടിയുള്ള സമരമുഖങ്ങളുടെ മുൻനിരയിൽ തന്നെ അവരുണ്ടായിരുന്നു. സൈലന്റ് വാലി, അട്ടപ്പാടി, ആറന്മുള എന്നിങ്ങനെ നീളുന്നു ആ പോരാട്ടങ്ങൾ. 1934 ജനുവരി 22 തിരുവനന്തപുരത്ത് ജനിച്ചു. പിതാവ് സ്വാതന്ത്ര്യ സമര സേനാനിയും കവിയുമായിരുന്ന ബോധേശ്വരൻ, മാതാവ് VK കാർത്യായനിയമ്മ. തത്വശാസ്ത്രത്തിൽ MA ബിരുദം നേടിയിട്ടുണ്ട്. സൈലന്റ് വാലി പ്രക്ഷോഭത്തിൽ സുഗതകുമാരി വലിയ പങ്കുവഹിച്ചു. അഭയഗ്രാമം, അഗതികളായ സ്ത്രീകൾക്ക് വേണ്ടി അത്താണി എന്ന ഭവനം, മാനസിക രോഗികൾക്ക് വേണ്ടി പരിചരണാലയം എന്നിങ്ങനെ കേരളത്തിൽ സാമൂഹിക രംഗത്ത് സുഗതകുമാരിയുടെ സംഭാവനകൾ പലതാണ്. അപ്പോൾ ഇതാണ് പ്രശസ്തിയായ നമ്മുടെ കവയിത്രി സുഗതകുമാരി എന്ന് പറയുന്നത്. ഇവരാണ് നമ്മുടെ പാഠഭാഗം എഴുതിയിട്ടുള്ളത്. ഇനി നമുക്കിതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. ഒന്നാമത്തേത്, മൂന്നാർ മലനിരകളിലെ പൂക്കളുടെ നൃത്തത്തിൽ എന്തെല്ലാമാണുള്ളത്? എന്തൊക്കെയായിരുന്നു? തിരയടിച്ചിളകുന്ന പോലെയുള്ള പൂക്കളുടെ നൃത്തത്തിന് സംഗീതമുണ്ട്. ആയിരക്കണക്കിന് വണ്ടുകളുടെയും തേനീച്ചകളുടെയും പതിഞ്ഞ ശബ്ദത്തിലുള്ള മൂളലുണ്ട്. തുമ്പികളുടെയും ചിത്രശലഭങ്ങളുടെയും ചെറുകിളികളുടെയും ചിറകിളക്കങ്ങളുടെ താളമുണ്ട്. ഇളം കാറ്റിൻ്റെ തഴുകലുണ്ട്. ആരുടെയോ മധുര സ്വരത്തിലുള്ള ചിരികളുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. അടുത്ത ചോദ്യം, എഴുത്തുകാരി എല്ലാം മറന്നു നിന്നുപോയത് എന്തെല്ലാം കണ്ടിട്ടായിരുന്നു എന്നതാണ്. കുറിഞ്ഞിത്തേൻ നുകർന്ന് ലഹരി പിടിച്ച വണ്ടുകൾ ആ ഇതളുകളിൽ തന്നെ ഉറങ്ങുന്നത് കാണാം. അവയുടെ നീലക്കറുപ്പ് മയ്യാകെ മഞ്ഞപ്പൂമ്പൊടി പൂശിയിരിക്കുന്നു. വായുവിൽ അനിർവചനീയമായൊരു സുഗന്ധം നിറഞ്ഞു വിലസുന്നു. ആ വലിയ മലഞ്ചെരിവുകൾ മുഴുവൻ വസന്തം വന്നു നിന്ന് ആഹ്ലാദ നൃത്തം ചവിട്ടുന്ന പോലെ എഴുത്തുകാരിക്ക് അനുഭവപ്പെട്ടു. എഴുത്തുകാരി കണ്ണുകൾ കൂപ്പി ആ സൗന്ദര്യലോകത്ത് എല്ലാം മറന്ന് എങ്ങോ നിന്നുപോയി. ഇനി മൂന്നാമത്തെ ചോദ്യം, കുറിഞ്ഞിച്ചെടികൾ നീണ്ട തപസ്സിലാണ് എന്ന് പറയാൻ കാരണം എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു പുഷ്പോത്സവം കഴിഞ്ഞാൽ കുറിഞ്ഞിപ്പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു. ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊരിവെച്ച് ഉണങ്ങി നിൽക്കുന്നു. മലഞ്ചെരിവുകൾ ശൂന്യമായി തീരുന്നു. എല്ലാം നിശ്ചലവും നിശബ്ദവുമാകുന്നു. എന്നാൽ നാം അറിയാതെ ആ പൂക്കളെല്ലാം മണ്ണിൽ വിത്തെറിഞ്ഞിട്ടുണ്ട്. മണ്ണിനടിയിൽ അവയെല്ലാം കാത്തുകിടക്കുന്നു. ഇനിയൊരു 12 കാലം കഴിയണം പൂക്കൾ വിരിയാൻ. അതുവരെ നീണ്ട തപസ്സിലാണ് കുറിഞ്ഞിപ്പൂക്കൾ. അല്ലേ, നമ്മൾ പറഞ്ഞു കുറിഞ്ഞിച്ചെടികൾ 12 കൊല്ലം കൂടുമ്പോഴാണ് വിരിയുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം അത് വിരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വിത്തുകളെല്ലാം ഭൂമിയിൽ അതിടും. പക്ഷേ 12 കൊല്ലം കഴിഞ്ഞാലാണ് ഇത് വീണ്ടും മുളച്ച് വിരിയുകയുള്ളൂ. ഇനി
ഈ മനോഹാരിത നമുക്ക് വേണ്ടിയല്ല, പിന്നെ ആർക്കൊക്കെ വേണ്ടിയാണ്? എല്ലാം നശിപ്പിക്കുന്നവർക്ക് വേണ്ടിയല്ല. അഥവാ മനുഷ്യൻ എന്ന് പറയുന്നത് എല്ലാം നശിപ്പിക്കുന്നവനാണ് എന്നാണ് പറയുന്നത്. പ്രകൃതിയെ പൂജിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ മനോഹാരിത എന്നാണ് സുഗതകുമാരി കുറിക്കുന്നത്. തേനീച്ചകൾക്കു വേണ്ടി, ശലഭങ്ങൾക്കും വണ്ടുകൾക്കും തുമ്പികൾക്കും കണ്ണുകൊണ്ട് കാണാനാവാത്ത കോടിക്കണക്കിന് പ്രാണികൾക്കും വേണ്ടി, ഭൂമി എന്ന അമ്മയ്ക്ക് വേണ്ടിയുമൊക്കെയാണ് ഈ ലാവണ്യ ദൃശ്യോത്സവം എന്നാണ് എഴുത്തുകാരി പറയുന്നത്. ഇനി അടുത്തത് ചർച്ച ചെയ്യാം എഴുതാം എന്ന ഭാഗമാണ്. അതിലെ ഒന്നാമത്തെ ചോദ്യം, ആ മനോഹര ദൃശ്യം കാണാൻ നിങ്ങൾ ഒരിക്കൽ പോകണം. എന്തെല്ലാം കാഴ്ചകളാണ് നിങ്ങൾ അവിടെ കാണാൻ ആഗ്രഹിക്കുന്നത് എന്നാണ്. എന്തൊക്കെയാണ്? മൂന്നാറിലെ മഞ്ഞു മൂടിയ മലഞ്ചെരിവുകൾ കാണാനും ആ തണുപ്പ് അനുഭവിക്കാനും ഒരിക്കലെങ്കിലും പോകണമെന്നാണ് എഴുത്തുകാരി പറയുന്നത്. കുറിഞ്ഞിപ്പൂക്കൾ നീലക്കടൽ പോലെ വിരിഞ്ഞു നിൽക്കുന്നതും കാറ്റു വീശുന്നതും നീലക്കുറിഞ്ഞിപ്പൂക്കൾ തിരയടിച്ചിളകുന്നത് പോലെ ഒന്നിച്ചു നൃത്തം വെക്കുന്നതും എനിക്ക് കാണണം. സുന്ദരമായ ഭൂപ്രകൃതിയുള്ള മൂന്നാറിൻ്റെ പ്രകൃതി ഭംഗി സമാനതകളില്ലാത്തതാണ്. വരയാടുകളും തേയിലത്തോട്ടങ്ങളാൽ പരവതാനി വിരിച്ച കുന്നുകൾ മുതൽ വെള്ളച്ചാട്ടങ്ങളും മൂടൽ മഞ്ഞുള്ള താഴ്വരകളും വരെ മൂന്നാറിലുണ്ട്. ഇവയൊക്കെ കാണുന്നത് എത്ര അവിസ്മരണീയമായിരിക്കും. ഈ കാഴ്ചകളൊക്കെ കാണാനാണ് നിങ്ങൾ ഒരിക്കൽ പോകണമെന്ന് പറയുന്നത്. ഇനി പുഷ്പോത്സവം കഴിഞ്ഞാൽ പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു. പിന്നീട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? എന്തൊക്കെയാണ്? പുഷ്പോത്സവം കഴിഞ്ഞാൽ എല്ലാ പൂക്കളും മറഞ്ഞു പോകുമെന്നാണ് സുഗതകുമാരി പറയുന്നത്. തുമ്പികളും ശലഭങ്ങളും വണ്ടുകളും എല്ലാം പറന്നകലുന്നു. ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊരിവെച്ച് ഉണങ്ങി നിൽക്കുന്നു. മലഞ്ചെരിവുകൾ ശൂന്യമായി തീരുന്നു. എല്ലാം നിശ്ചലവും നിശബ്ദവുമാകുന്നു. പക്ഷേ ഒന്നും അവസാനിച്ചിട്ടില്ല. ആ പൂക്കളെല്ലാം മണ്ണിൽ വിത്തെറിഞ്ഞു കഴിഞ്ഞു. മണ്ണിനടിയിൽ ഇനിയൊരു പുഷ്പോത്സവത്തിനായി അവ കാത്തുനിൽക്കുന്നു. അടുത്തത്, പ്രകൃതി ഒരുക്കുന്ന ഈ മനോഹാരിത ആസ്വദിക്കാൻ നാം എന്തെല്ലാമാണ് ചെയ്യേണ്ടത്? എന്തൊക്കെ ചെയ്യണം? പ്രകൃതിയുടെ മനോഹാരിതകൾ ആസ്വദിക്കണമെങ്കിൽ നാം പ്രകൃതിയെ സംരക്ഷിക്കണം. നീലക്കുറിഞ്ഞിയെയും അതിൻ്റെ ആവാസ വ്യവസ്ഥയെയും സമ്പൂർണ്ണ വംശനാശത്തിൽ നിന്ന് സംരക്ഷിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുകയും ബോധവൽക്കരണം നടത്തുകയും വേണം. ജീവന്റെ നിലനിൽപ്പിന് സസ്യജന്തുജാലങ്ങളും കാടുകളും മേടുകളും പുഴകളുമെല്ലാം അനിവാര്യമാണെന്നും മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമാണെന്നുമുള്ള തിരിച്ചറിവുണ്ടാവണം. എങ്കിൽ മാത്രമേ പ്രകൃതി ഒരുക്കുന്ന ഈ മനോഹരിത നമുക്കും ഇനി വരുന്ന തലമുറക്കും ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. അഥവാ പ്രകൃതിയെ ആസ്വദിക്കണമെങ്കിൽ നമ്മൾ ആ പ്രകൃതിയുടെ സൗന്ദര്യം നിലനിർത്തണം, ഒരിക്കലും അതിനെ നശിപ്പിക്കരുത്. ഇനി ചേർത്ത് വെക്കുമ്പോൾ എന്ന ഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. അവയുടെ നീല കറുപ്പ് മെയ്യാകെ മഞ്ഞപ്പൂമ്പൊടി പൂശിയിരിക്കുന്നു. മെയ്യാകെ കറുപ്പ് മെയ്യാകെ നീലക്കറുപ്പ് മെയ്യാകെ. വണ്ടിൻ്റെ ശരീരത്തെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണല്ലോ കറുപ്പും നീലക്കറുപ്പും. ഭാഷാപ്രയോഗത്തിൽ ഇത്തരം വിശേഷണ പദങ്ങൾ നൽകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ വണ്ടുകൾ പല നിറത്തിലുണ്ട്. കറുപ്പ് വണ്ടിൻ്റെ ഒരു നിറമാണ്. കറുത്ത മെയ്യ് അതിൻ്റെ ശരീരമാണ് വണ്ടിൻ്റേത്. മെയ്യ് എന്ന് പറഞ്ഞാൽ ശരീരം. നീലക്കറുപ്പ് മെയ്യ് എന്ന് പ്രയോഗിക്കുമ്പോൾ വണ്ടിൻ്റെ കറുപ്പിൽ നീല കലർന്നിരിക്കുന്നുവെന്ന് മനസ്സിലാകുന്നു. മെയ്യ് എന്ന പദം കറുപ്പ്, നീല, കറുപ്പ് എന്നീ വിശേഷണങ്ങൾ ചേർത്ത് പറയുമ്പോൾ ആ വസ്തുവിൻ്റെ പ്രത്യേകതകൾ നമുക്ക് വ്യക്തമാകും. പൂമ്പൊടിയെ മഞ്ഞ എന്ന പദം കൊണ്ടും വിശേഷിപ്പിച്ചിരിക്കുന്നു. വിശേഷണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പദത്തെ പ്രത്യേകം വിശേഷിപ്പിക്കുന്നതിനെ വിശേഷണം അഥവാ ഭേദകം എന്ന് പറയുന്നു. എന്തിനെയാണോ വിശേഷിപ്പിക്കുന്നത് അതിനെ വിശേഷ്യം എന്നും പറയുന്നു. ഇനി അടുത്തത്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പുഷ്പോത്സവത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ന്യൂസ് തന്നിട്ടുണ്ട്. പാഠപുസ്തകം പേജ് നമ്പർ 10 കൊടുത്തിരിക്കുന്ന ഈ വാർത്ത വായിക്കുക. ഈ വാർത്തയെക്കുറിച്ച് ചർച്ച ചെയ്യുക. ഇത്തരം ഉത്സവങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അഭിപ്രായക്കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി തലസ്ഥാന നഗരിയിൽ പുഷ്പോത്സവം ഒരുക്കും. നഗരവസന്തം പതിവ് പുഷ്പമേള കാഴ്ചകളിൽ നിന്നും വ്യത്യസ്തമായാണ് സംഘടിപ്പിക്കുന്നത്. രാത്രിയിലെ ആഘോഷങ്ങൾ നഗരവസന്തം കാഴ്ചയുടെയും സംഗീതത്തിൻ്റെയും രുചിയുടെയും എല്ലാം വസന്തമാക്കി മാറ്റും. സൗന്ദര്യം നിറയുന്ന പൂച്ചെടികളുടെയും അലങ്കാരച്ചെടികളുടെയും ബോൺസായ് വൃക്ഷങ്ങളുടെയും പ്രദർശനം കണ്ടുകൊണ്ട് പുതുവർഷം പിറക്കുന്നതുവരെ ജനസാഗരം വസന്തവേദിയിൽ തുടരും. പ്രകൃതിയെയും മണ്ണിനെയും മരങ്ങളെയും ചെടികളെയും കുറിച്ച് അറിയാനും അവയെ സംരക്ഷിക്കാനും പരിപാലിക്കാനുമുള്ള താല്പര്യം ജനങ്ങളിൽ വളർത്താനും ഇത്തരം പുഷ്പോത്സവങ്ങൾ സഹായിക്കും. ഭൂമിയുടെ പച്ചപ്പ് നിലനിർത്താനും പൂക്കളെയും ചെടികളെയും സ്നേഹിക്കാനും അതിലൂടെ മാത്രമേ ഭൂമിയെ സുന്ദരവും വാസയോഗ്യവുമായി നിലനിർത്താനുമാവൂ എന്നുള്ള തിരിച്ചറിവ് ജനങ്ങളെ സൃഷ്ടിക്കാനും ഇത്തരം പുഷ്പോത്സവങ്ങൾ സഹായിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. ഏതെങ്കിലും സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആവശ്യമായിട്ടുണ്ടെങ്കിലും
കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.